മനുഷ്യാവതാരം ചെയ്ത ഈശോയെ ഞാൻ ധ്യാനപൂർവം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന തിരുവചനം എൻ്റെ ആത്മശരീര മാനസങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ആദിയൊരു ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചവും ഇരുളും തമ്മിൽ ദൈവം വേർതിരിച്ചു. വെളിച്ചത്തെ പകലെന്നും ഇരുളിനെ രാത്രിയെന്നും ദൈവം വിളിച്ചു. പ്രദോഷമായി, പ്രഭാതമായി, 1-ാം ദിവസം. ദൈവം അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ ജലത്തിൽ നിന്ന് വേർതിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും വിധാനത്തിന് താഴെയുള്ള ജലം വിധാനത്തിന് മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തെ ദൈവം ആകാശമെന്ന് വിളിച്ചു. പ്രദോഷമായി, പ്രഭാതമായി, 2-ാം ദിവസം. ദൈവം അരുൾ ചെയ്തു, ആകാശത്തിന് കീഴുള്ള ജലമെല്ലാം ഒരിടത്ത് കൂടട്ടെ. ഉണങ്ങിയ കര പ്രത്യക്ഷപ്പെടട്ടെ. അപ്രകാരം സംഭവിച്ചു. ഉണങ്ങിയ കരയെ ഭൂമിയെന്നും ഒന്നിച്ചുകൂടിയ ജലത്തെ കടലെന്നും ദൈവം വിളിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വീണ്ടും അരുൾ ചെയ്തു, പുല്ലും വിത്തുള്ള സസ്യങ്ങളും വിത്തോടു കൂടിയ അതദിനം ഫലം ഉൽപ്പാദിപ്പിക്കുന്ന ഫലവൃക്ഷങ്ങളും ഭൂമി മുളപ്പിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. പുല്ലും അതദിനം വിത്ത് മുളപ്പിക്കുന്ന സസ്യങ്ങളും അതദിനം വിത്തുൾക്കൊള്ളുന്ന ഫലം ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷഗണവും ഭൂമി പുറപ്പെടുവിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. പ്രദോഷമായി, പ്രഭാതമായി, 3-ാം ദിവസം. ദൈവം അരുൾ ചെയ്തു, പകലും രാത്രിയും തമ്മിൽ വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ ജ്യോതിസ്സുകൾ ഉണ്ടാകട്ടെ. അവ കാലങ്ങളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയുടെ മേൽ പ്രകാശം ചൊരിയാൻ അവ ആകാശവിധാനത്തിൽ ജ്യോതിസ്സുകളായിരിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. ദൈവം 2 മഹാജ്യോതിസ്സുകൾ ഉണ്ടാക്കി. പകലിനെ ഭരിക്കാൻ വലിയ ജ്യോതിസ്, രാത്രിയെ ഭരിക്കാൻ ചെറിയ ജ്യോതിസ്, കൂടാതെ നക്ഷത്രങ്ങളും. ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് ഭൂമിയുടെ മേൽ പ്രകാശം ചൊരിയാനും ദിനരാത്രങ്ങളെ ഭരിക്കാനും വെളിച്ചവും അന്ധകാരവും തമ്മിൽ വേർതിരിക്കാനുമായിരുന്നു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. പ്രദോഷമായി, പ്രഭാതമായി, 4-ാം ദിവസം. ദൈവം അരുൾ ചെയ്തു, ജലം ജീവിഗണങ്ങളെ കൊണ്ട് തിങ്ങി നിറയട്ടെ. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്ത് പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലവ്യാളികളെയും ജലത്തിൽ പറ്റും ചേർന്ന് നീന്തുന്ന വിവിധയിനം ജീവികളെയും സൃഷ്ടിച്ചു. അതദിനം പക്ഷിവൃന്ദത്തെയും അവ നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം അവയെ ഇപ്രകാരം അനുഗ്രഹിച്ചു, പെറ്റുപെരുകി സമുദ്രജലത്തിൽ നിറയുവിൻ. പക്ഷികൾ ഭൂമിയിൽ വർദ്ധിക്കട്ടെ. പ്രദോഷമായി, പ്രഭാതമായി, 5-ാം ദിവസം. ദൈവം അരുൾ ചെയ്തു, ജീവജാലങ്ങളെ, അതാത് കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുജീവികൾ എന്നിവയെ ഇനമനുസരിച്ച് ഭൂമി പുറപ്പെടുവിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. ദൈവം ഇനമനുസരിച്ച് ഭൂമിയിലെ കാട്ടുജീവികളെയും കന്നുകാലികളെയും മണ്ണിലെ സർവ്വ ഇഴജന്തുക്കളെയും ഉരുവാക്കി. അത് നല്ലതെന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉരുവാക്കാം. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും കന്നുകാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജന്തുക്കളുടെയും മേൽ അവർക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരോട് ദൈവം അരുൾ ചെയ്തു, പെറ്റുപെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിൽ വാഴുവിൻ.
കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ ആധിപത്യം പുലർത്തുവിൻ. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ഇതാ ഭൂമുഖത്തെവിടെയും വിത്തുൽപാദിപ്പിക്കുന്ന എല്ലാ സസ്യങ്ങളും എല്ലാ വൃക്ഷങ്ങളും വിത്തുൽപാദിപ്പിക്കുന്ന വൃക്ഷത്തിന്റെ ഫലങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കും. ഭൂമിയിലെ എല്ലാ വന്യജീവികൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ഇഴയുന്നവയ്ക്കും ജീവശ്വാസമുള്ള സകലതിനും എല്ലാ ഹരിത സസ്യങ്ങൾക്കും ആഹാരമായിരിക്കും. അപ്രകാരം സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം ദൈവം കണ്ടു. ഇതാ വളരെ നല്ലത്. പ്രദോഷമായി പ്രഭാതമായി 6-ാം ദിവസം. 1-ാം സങ്കീർത്തനം. ഭാഗ്യവാനത്രേ ഇവൻ, ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കാത്തവനും പാപികളുടെ വഴിയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കാത്തവനും. കർത്താവിന്റെ നിയമത്തിലത്രേ അവന്റെ ആനന്ദം. പകലിരുവുകൾ അവൻ അവിടത്തെ നിയമം ധ്യാനിക്കുന്നു. നീർച്ചാലുകൾക്കരികെ നട്ട വൃക്ഷം പോലെയാണ് അവൻ. അത് യഥാകാലം ഫലം തരുന്നു. അതിന്റെ ഇല കൊഴിയുന്നില്ല. ചെയ്യുന്നതെല്ലാം അവൻ വിജയത്തിലെത്തിക്കും. അപ്രകാരമല്ല ദുഷ്ടർ. അവർ കാറ്റു പറത്തുന്ന പതിരു പോലെയത്രേ. ആകയാൽ ദുഷ്ടർ ന്യായവിധിയിൽ എഴുന്നേൽക്കയില്ല, പാപികൾ നീതിമാന്മാരുടെ സമൂഹത്തിലും. എന്തെന്നാൽ നീതിമാന്മാരുടെ മാർഗം കർത്താവ് അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നശിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 1. ദാവീദിന്റെ പുത്രനും അബ്രഹത്തിന്റെ പുത്രനുമായ യേശുക്രിസ്തുവിന്റെ ഉത്ഭവ ചരിത്ര ഗ്രന്ഥം. അബ്രഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യൂദ താമാറിൽ നിന്നുള്ള പേരേസിന്റെയും സേറയുടെയും പിതാവായിരുന്നു. പേരേസ് ഹെസ്രോന്റെ പിതാവായിരുന്നു. ഹെസ്രോൻ ആരാമിന്റെ പിതാവായിരുന്നു. ആരാം അമിനാദാബിന്റെ പിതാവായിരുന്നു. അമിനാദാബ് നഹ്ഷോന്റെ പിതാവായിരുന്നു. നഹ്ഷോൻ സൽമോന്റെ പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്നുള്ള ബോവസിന്റെ പിതാവായിരുന്നു. ബോവസ് റൂത്തിൽ നിന്നുള്ള ഓബദിന്റെ പിതാവായിരുന്നു. ഓബദ് ജസ്സയുടെ പിതാവായിരുന്നു. ജസ്സെ ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിന്റെ പിതാവായിരുന്നു. റഹോബോവാം അബിയായുടെ പിതാവായിരുന്നു. അബിയ ആസായുടെ പിതാവായിരുന്നു. ആസ യോസഫാത്തിന്റെ പിതാവായിരുന്നു. യോസഫാത്ത് യോറാമിന്റെ പിതാവായിരുന്നു. യോറാം ഓസിയായുടെ പിതാവായിരുന്നു. ഓസിയ യോധാമിന്റെ പിതാവായിരുന്നു. യോധാം ആഹാസിന്റെ പിതാവായിരുന്നു. ആഹാസ് ഹെസക്കിയായുടെ പിതാവായിരുന്നു. ഹെസക്കിയ മനാസയുടെ പിതാവായിരുന്നു. മനാസെ ആമോസിന്റെ പിതാവായിരുന്നു. ആമോസ് ജോസിയായുടെ പിതാവായിരുന്നു. ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷമുള്ള സലാത്തിയേലിന്റെ പിതാവായിരുന്നു. സലാത്തിയേൽ സൊറോബാബേലിന്റെയും പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിന്റെ പിതാവായിരുന്നു. അബിയൂദ് എലിയാക്കീമിന്റെ പിതാവായിരുന്നു. എലിയാക്കീം ആസോറിന്റെ പിതാവായിരുന്നു. ആസോർ സാദോക്കിന്റെ പിതാവായിരുന്നു. സാദോക്ക് അക്കീമിന്റെ പിതാവായിരുന്നു. അക്കീം എലിയൂദിന്റെ പിതാവായിരുന്നു. എലിയൂദ് എലയാസറിന്റെ പിതാവായിരുന്നു. എലയാസർ മഥാന്റെ പിതാവായിരുന്നു. മഥാൻ യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകളും ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകളും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളുമാണ് ആകെ ഉള്ളത്. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും
അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം